ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, കുറേ നാളുകളായി പശ്ചിമ ഏഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നടക്കുന്നതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും നാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പലതവണ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ചില വാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല, ആരെയും നശിപ്പിക്കുമെന്ന് ഞങ്ങൾ ശപഥം ചെയ്തിട്ടില്ല. 75 വർഷം മുമ്പ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് മരിക്കാനാണ്. ഞങ്ങൾക്ക് ഒരു രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല. 7 രാജ്യങ്ങൾ നമുക്കെതിരെ യുദ്ധം തുടങ്ങി. ഞങ്ങൾ 65,000 മാത്രമായിരുന്നു. ഞങ്ങളെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ലെബനൻ, സിറിയ, ഇറാഖ്, ജോർദാൻ, ഈജിപ്റ്റ്, ലിബിയ, സൗദി അറേബ്യ തുടങ്ങിയ പല രാജ്യങ്ങളും നമ്മോട് ഒരു ദയയും കാണിച്ചില്ല. എല്ലാവരും ഞങ്ങളെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. പക്ഷേ ഞങ്ങൾ അതിജീവിച്ചു. 65% മരുഭൂമിയായിരുന്ന ഭൂമിയാണ് ഐക്യരാഷ്ട്രസഭ നമുക്ക് നൽകിയത്. അതും ഞങ്ങൾ ചോര കൊണ്ട് നനച്ചു. ഞങ്ങൾ അതിനെ നമ്മുടെ രാജ്യമായി കണക്കാക്കി. കാരണം അത് ഞങ്ങൾക്ക് എല്ലാം അർത്ഥമാക്കുന്നു. ഞങ്ങളൊന്നും മറന്നിട്ടില്ല. ഞങ്ങൾ ഫറവോനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ ഗ്രീസിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ റോമക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ സ്പെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞങ്ങൾ ഹിറ്റ്ലറിൽ നിന്നും രക്ഷപ്പെട്ടു. അറബ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ സദാമിൽ നിന്നും രക്ഷപ്പെട്ടു. ഞങ്ങൾ ഗദാഫിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഞങ്ങൾ ഹമാസിനെ ഒഴിവാക്കും. ഞങ്ങൾ ഹിസ്ബുള്ളയെ ഒഴിവാക്കും. ഞങ്ങൾ ഇറാനെ ഒഴിവാക്കും. നമ്മുടെ യെരുശലേം 52 തവണ ആക്രമിക്കപ്പെട്ടു. 23 തവണ ഉപരോധിക്കപ്പെട്ടു. 39 തവണ തകർത്തു. 3 പ്രാവശ്യം നശിപ്പിച്ചു. 44 തവണ പിടിച്ചെടുത്തു. പക്ഷേ ഞങ്ങൾ ഒരിക്കലും നമ്മുടെ യെരുശലേമിനെ മറന്നിട്ടില്ല. അത് നമ്മുടെ ഹൃദയത്തിലാണ്. അത് നമ്മുടെ മനസ്സിലുണ്ട്. നാം ജീവിക്കുന്നിടത്തോളം യെരുശലേം നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കും. നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചവർ ഇന്ന് ആരും ഇല്ല എന്ന് ലോകം ഓർക്കട്ടെ. ഈജിപ്റ്റ്, ലെബനൻ, ബാബിലോൺ, ഗ്രീസ്, അലക്സാണ്ടർ, റോമക്കാർ എല്ലാം നശിപ്പിക്കപ്പെട്ടു. ഞങ്ങൾ ഇപ്പോഴും അതിജീവിച്ചു. അവർ ഞങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിടിച്ചെടുത്തു. അവർ ഞങ്ങളുടെ പഠിപ്പിക്കലുകൾ പിടിച്ചെടുത്തു. അവർ നമ്മുടെ പ്രവാചകനെ പിടികൂടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അബ്രഹാം ഇബ്രാഹിം ആയി, സോളമൻ സുലൈമാൻ ആയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർ പറഞ്ഞു, നിങ്ങളുടെ പ്രവാചകൻ വന്നിരിക്കുന്നു. ഞങ്ങളത് അംഗീകരിച്ചില്ല. അവർക്കിത് എങ്ങനെ സാധിച്ചു? അവരുടെ വരവിനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല. അവൻ പറഞ്ഞു, സ്വീകരിക്കുകയില്ല. ഏറ്റുപറക, ഞങ്ങൾ സ്വീകരിച്ചില്ല. പിന്നെ ഞങ്ങൾ കൊല്ലപ്പെട്ടു. ഞങ്ങളുടെ നഗരങ്ങൾ പിടിച്ചെടുത്തു. ഞങ്ങളുടെ നഗരം യസ്രബ് മദീനയാക്കി. ഞങ്ങളെ കൊലപ്പെടുത്തി ഓടിച്ചു വിട്ടു. മക്കയിൽ ഞങ്ങൾ 2 ലക്ഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊല്ലപ്പെട്ടു. ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് വിളിച്ച് കൊന്നു. പിന്നെ സിറിയയിലും ഒമാനിലും അതുതന്നെ സംഭവിച്ചു. ഞങ്ങൾ 3 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. ഞങ്ങൾ 2 ലക്ഷം പേർ ഇറാഖിൽ ഉണ്ടായിരുന്നു. ഞങ്ങളിൽ 4 ലക്ഷം പേർ തുർക്കിയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അവർ നമ്മെ കൊല്ലുന്നു. നമ്മുടെ നഗരങ്ങൾ, പണം, സമ്പത്ത്, വീടുകൾ, മൃഗങ്ങൾ, ബഹുമാനം എല്ലാം പിടിച്ചെടുത്തു. എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു. 1300 വർഷത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു. എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു. 75 വർഷം മുമ്പ് അവർ ഞങ്ങളെ തുപ്പുകയും അപമാനിക്കുകയും തല്ലുകയും ചെയ്തിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ വിധി. പക്ഷേ ഞങ്ങൾ നമ്മിലും നേതൃത്വത്തിലും വിശ്വാസത്തിലും ഉറച്ചു നിന്നു. ഇന്ന് നമുക്ക് നമ്മുടെ സ്വന്തം നാടുണ്ട്, സ്വന്തമായി സൈന്യമുണ്ട്, ഒരു ചെറിയ സമ്പദ് വ്യവസ്ഥയുണ്ട്. ഈ കാലയളവിൽ ഞങ്ങൾ ഇന്റൽ, മൈക്രോസോഫ്റ്റ്, IBM, ഫേസ്ബുക്ക് തുടങ്ങിയ നിരവധി ഓർഗനൈസേഷനുകൾ സൃഷ്ടിച്ചു. ഇന്ന് നമ്മുടെ ഡോക്ടർമാർ മരുന്നുകൾ ഉണ്ടാക്കുന്നു, എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതുന്നു. ഇത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ മരുഭൂമിയെ പച്ചപ്പാക്കി മാറ്റി.
നമ്മുടെ പഴങ്ങൾ, മരുന്നുകൾ, ഉപകരണങ്ങൾ, ഉപഗ്രഹങ്ങൾ എന്നിവ എല്ലാവർക്കും ഉള്ളതാണ്. ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല. ആരെയും നശിപ്പിക്കുമെന്ന് ഞങ്ങൾ ശപഥം ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരെയും നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഗൂഢാലോചന പോലും നടത്തുന്നില്ല. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ മണ്ണിൽ, നമ്മുടെ രാജ്യത്ത് ബഹുമാനത്തോടെ മാത്രം ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 1000 വർഷമായി ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു, പുറത്താക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ നശിപ്പിക്കപ്പെട്ടില്ല, തോൽക്കപ്പെട്ടില്ല, ഇനി ഒരിക്കലും തോൽക്കപ്പെടുകയുമില്ല. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ 3000 വർഷം യെരുശലേമിലായിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ ആദ്യത്തെ രാജ്യമായ ഇസ്രായേലിലാണ്. യെരുശലേം നമ്മുടേതാണ്, നമ്മുടേതാണ്, നമ്മുടേതായി നിലനിൽക്കും. യെരുശലേം നമ്മിൽ നിന്നാണ്, ഞങ്ങൾ യെരുശലേമിൽ നിന്നാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകളാണ് ഇത്.